നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 435 435. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ 29-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ ഈ 30-ഉം 31-ഉം ശ്ലോകങ്ങൾ ഒപ്പം പോവും അർത്ഥം പറയേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട്. ക്ഷുത്പരീതോ യഥാധീനസാരമേയോ ഗൃഹം ഗൃഹം ചരൻ വിന്ദന്തി യദ്ധിഷ്ടം ദണ്ഡം ഓദനമേവ വാം തഥാ കാമാശയോ ജീവ ഉച്ചാവജപഥാ ഭ്രമൻ ഉപര്യധോ വാ മധ്യേ വാ യാതിദിഷ്ടം പ്രിയാ അപ്രിയം. ഇങ്ങനെ 2 ശ്ലോകമാണതിൽ. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ വിശപ്പിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന ശ്വാവ് എന്ന് പറഞ്ഞാൽ നായ എന്നർത്ഥം. ദുഃഖിതനായിട്ട് വീട് തോറും സഞ്ചരിക്കുന്നതായിട്ട് ദണ്ഡമോ ഭക്ഷണമോ ഏതൊന്ന് കർമ്മനിർമ്മിതമോ അതിനെ പ്രാപിക്കുന്നു. എത്ര വലിയൊരു ആശയം അവിടെ പറഞ്ഞത്. പണ്ട് പല നായ്ക്കളും ഓരോ വീട്ടിൽ പോയിട്ടും വല്ലതും നക്കാൻ കിട്ടുമോ തിന്നാൻ കിട്ടുമോ നോക്കും. ചില സ്ഥലത്ത് ഭക്ഷണം കിട്ടും, ചില സ്ഥലത്ത് ആട്ടും തുപ്പും അടിയും തൊഴിയും കിട്ടും. അതേപോലെ തന്നെയാണ് മനുഷ്യനും. സ്വന്തം കാലിൽ നിൽക്കാൻ വയ്യെങ്കിൽ ഏറ്റവും അസഹനീയമായിട്ടുള്ളതാണ് വിശപ്പ്. എന്തെല്ലാം തെറ്റുകളുണ്ടോ ആ തെറ്റുകളൊക്കെ ആവർത്തിക്കുന്നത് വിശപ്പ് അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ സഹിക്കാൻ വയ്യാതെ കൊണ്ടായിട്ടാണ്. പുരുഷനും സ്ത്രീയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അപ്പോൾ ആ ശ്വാവിനെ പോലെ അതിനെ പ്രാപിക്കുന്നു. അപ്രകാരം കാമത്തോടു കൂടിയ ജീവൻ ഒരു നായയെ പോലെ പട്ടീനെ പോലെ തൻ്റെ കാമവാസനകളെ പൂരിപ്പിക്കാൻ വേണ്ടി അലയാണ്. ഗതി കിട്ടാത്ത പ്രേതത്തിനെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉയർന്നും താണും ഇരിക്കുന്ന മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവനായിട്ട് മുകളിലോ താഴത്തോ മധ്യത്തിലോ കർമാധീനമായ പ്രിയത്തെയോ അപ്രിയത്തെയോ, ഈ പ്രിയം അപ്രിയം എന്നുള്ളത് എങ്ങനെ സംഭവിക്കണത്? കർമ്മത്തിന് അധീനമാണ് ഫലം. അത് പ്രിയമാവാം അപ്രിയാവാം. അപ്രിയത്തെയോ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ സയൻറ്റിഫിക്കലി പ്രൂവൺ തിയറീസ് നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അപ്രിയമായ കാര്യങ്ങളെ ഒഴിവാക്കി പ്രിയമായ കാര്യത്തിൽ കൂടെ മോക്ഷഹേതുവായ കാര്യങ്ങൾ നടക്കും, ഈശ്വരഭജനം നടക്കും. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഞാൻ ഇവിടെ ഇല്ലാത്ത ചില കാര്യങ്ങൾ പറയുമ്പോൾ ഭഗവാനാണത് പറയിപ്പിക്കുന്നത്. ഉടനെ അത് സാർത്ഥകമാക്കും. അപ്പോൾ ഇവിടെ മുക്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന പറഞ്ഞത് പ്രീതികരമായിട്ട് ജീവിക്കും. അവിടെയാണ് ഇനി തുടങ്ങാൻ പോണത്. മുക്തി ലഭിക്കുന്നത് വരെ പരമ്പരയായ ദുഃഖാനുഭവം ഫലമെന്ന് ദൃഷ്ടാന്തപൂർവം കാണിക്കുന്നു. മുക്തി ലഭിക്കുന്നത് വരെ ദുഃഖാനുഭവങ്ങളുണ്ടാവും. കാരണം എന്താ? അത് കഴിഞ്ഞാൽ ഇനി ദുഃഖം ഉണ്ടാവാൻ പോകില്ല. മുക്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദുഃഖമില്ല. അപ്പം എന്തൊക്കെ ജന്മാന്തര പാപങ്ങളുണ്ടോ അതിൻ്റെ ഫലങ്ങളൊക്കെ ഒന്നിൻ്റെ പിന്നാലെ ഒന്നായിട്ട് നമ്മൾ അനുഭവിച്ചേ തീരും. അതെങ്ങനെ? വിശന്ന് വലയുന്ന ശ്വാവ് അല്ലെങ്കിൽ ശുനകൻ അല്ലെങ്കിൽ നായ ഓരോ ഗൃഹങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ചിലതിൽ അല്പം ആഹാരം
ആഹാര പദാർത്ഥമോ മറ്റു ചിലതിൽ ദണ്ഡം കൊണ്ടുള്ള പ്രഹരമോ വടി കൊണ്ടുള്ള അടിനാ പറയാം, തറിയേറിയ എന്നൊക്കെ പറയും, മനസ്സിലായില്ലേ? ലഭിക്കുന്നത് പോലെ ജീവനും കാമാധീനനായി, ഈ ജീവൻ കാമാധീനനായില്ല എന്ന് വിചാരിക്കുക, ആഗ്രഹങ്ങൾക്ക് അധീനനായിട്ടില്ലെങ്കിൽ പാപം ഏൽക്കാൻ പോകുന്നില്ല. അപ്പം അവിടെ കാമാധീനൻ എന്നുള്ളതിന് പറയുക ഭക്താധീനനായാലോ, ഭക്തിക്ക് അധീനനായാലോ നമ്മൾ രക്ഷപ്പെട്ടു. ഞാൻ എൻ്റെ മധ്യവയസ്സ് എന്ന് പറയുക ഒരു 45-47 വർഷം പ്രായം ചെന്നപ്പോഴാണ് ഗുരുനാഥനെ കണ്ടുമുട്ടുന്നത്. സത്യത്തിൽ അതുവരെ വാശിയും വീറോടും കൂടിയിട്ടുള്ള ജീവിതം എനിക്ക് ദുഃഖങ്ങളെ താരാട്ടാൻ സന്ദർഭം തന്നിട്ടില്ല. അതിൻ്റെ ശേഷം 100-110% ഞാൻ ഈശ്വരന് അധീനനായി തീരണേ ഭഗവാനെ എന്ന് പറഞ്ഞ് അദ്ദേഹത്താൽ കാട്ടപ്പെട്ട വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ മുന്നത്തേക്കാൾ തീവ്രമായിട്ടുള്ളൊരു മനസ്സിൻ്റെ ഉടമയാവാൻ സാധിച്ചു. എന്താ അത്? തല കീറിയപ്പൻ വായ കീറിയിട്ടുണ്ടാവും. നാളത്തെ പറ്റിയിട്ട് എനിക്ക് ചിന്തയില്ല, ഇന്ന് എന്താ ചെയ്യാൻ സാധിക്കുക അത് ചെയ്യാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ജീവനും കാമാധീനനായി കർമ്മബന്ധനായി. അപ്പോൾ ആധ്യാത്മികത്തിൽ അധീനനായ കർമ്മം ബന്ധിക്കപ്പെടുന്നില്ല, ആൾ ഫ്രീ ആയി. അപ്പോൾ കർമ്മബന്ധനായി ഭവിക്കയാൽ പുണ്യപാപമാർഗങ്ങളിൽ പ്രവർത്തിക്കുകയും അതിനെ അനുസരിച്ച് ഉയർന്ന ലോകങ്ങൾ എന്ന് പറയപ്പെടുന്ന സ്വർഗാദി സ്ഥാനങ്ങളിലോ താഴ്ന്ന ലോകങ്ങളായ നരകങ്ങളിലോ മധ്യത്തിലുള്ള മനുഷ്യലോകങ്ങളിലോ കർമാനുസാരണം സുഖമോ ദുഃഖമോ അനുഭവിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ദർ ഇസ് നോ എക്സ്ക്യൂസ്. ആരെ നമസ്കരിച്ചിട്ടും കാര്യമില്ല, ആർക്ക് ദക്ഷിണ കൊടുത്തിട്ടും കാര്യമില്ല. കർമ്മബലം വ്യക്തികൾ അനുഭവിച്ച് തീരണം. അതുകൊണ്ടാണ് ആചാര്യസ്ഥാനത്ത് ഇരിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. എന്താ? മറ്റുള്ളവരെ കാര്യയുടെ വേ ചെയ്യരുത്. കാരണം അവരെ സാധുക്കളാണ്. സാധുക്കളെന്ന് പറഞ്ഞാൽ സാത്വിക ഗുണനിധികളല്ല ഇവിടെ ഞാൻ അർത്ഥം പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ അവരെ നമ്മൾ വളരെ മീനിങ്ലെസ് ആയിട്ട് അർത്ഥമില്ലാണ്ട് അവരെ വഴിതെറ്റിച്ചാൽ കഠോര പാപങ്ങൾ സഹിക്കേണ്ടി വരും എന്നുള്ളത് അച്ചിട്ടിട്ട് പറയാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വേച്ഛാനുസരണമായ ഭോഗം ജീവന് സിദ്ധിക്കുകയില്ല. കാരണം എന്താ? ധർമ്മം അറിഞ്ഞാൽ പിന്നെ ഭോഗം അവസാനിച്ചു. ഭോഗം കൊണ്ടൊരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. ഭോഗിയും രോഗിയും ഒരേപോലെയാണെന്നാണ് പറയാം. ഭോഗിയാണ് രോഗിയാവുന്നത്. അപ്പോൾ കർമാനുസരണ ഫലം അനുഭവിച്ചേ കഴിയുള്ളൂ എന്ന് സാരം. അതിൽ നിന്ന് എക്സ്ക്യൂസ് ഇല്ല എന്ന് പറയണ്ടായി. ആരെ എന്ത് എന്താ പറയുക, താന്ത്രിക ചടങ്ങുകളോട് കൂടിയിട്ട് വേർപാട് ചെയ്താലും ഇത് പോവില്ല, അനുഭവിച്ച് തീരണം. ആ സത്യം നമ്മൾ യജ്ഞവേദിയിൽ വിളിച്ചു പറഞ്ഞാൽ ആദ്യം കേൾക്കുന്നവർക്ക് കുറച്ച് വിഷമം ഉണ്ടായാലും പിന്നെ അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഞാൻ കയ്യിലെണ്ണാവുന്ന അത്ര സപ്താഹങ്ങളെ ചെയ്തിട്ടുള്ളൂ, മതി. എവിടൊക്കെ ഞാൻ പോയിട്ടുണ്ടോ അവിടൊക്കെ ഞാൻ ഈ ഒരു വിത്ത് പാപിയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നും എനിക്ക് സ്നേഹോഷ്മളമായിട്ടുള്ള അന്വേഷണങ്ങൾ വരുന്നുണ്ട്. സാർ അങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങളൊന്ന് പകച്ചു, ഇപ്പം ഞങ്ങളുടെ പകക്കൽ മാറി, ഇപ്പം ഞങ്ങൾ ആനന്ദം അനുഭവിക്കണോ എന്ന് പറയുമ്പോൾ ഭാഗവതം അവർക്ക് ഏറ്റവും നടത്തും. അത്രയേ ഉള്ളൂ. ഇനി 32ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. ദുഃഖേഷകതരേണാഭി ദൈവഭൂതാത്മഹേതുഷു ജീവസ്യ ന വ്യവച്ഛേദസ്യാശ്ചേത്തത് പ്രതിക്രിയാം. ദൈവം, ഭൂതങ്ങൾ, ആത്മാവ് എന്ന കാരണങ്ങളോടുകൂടിയ ദുഃഖങ്ങളിൽ ഒന്നിനോടെങ്കിലും ജീവന് വേർപാട് ഭവിക്കുന്നില്ല. അതിന് പരിഹാരം ഉണ്ടെങ്കിലും
പരിഹാരം ഉണ്ടായോണ്ട് കാര്യമില്ല. ചെയ്തതിൻ്റെ ഫലം അനുഭവിച്ചതിൻ്റെ ശേഷമേ പരിഹാരം ഏൽക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കാം. ക്ഷുദ്രജീവികൾക്ക് ദുഃഖമുണ്ടെന്നിരിക്കലും വിചാര കുശലന്മാർക്ക് ദുഃഖങ്ങളുടെ പ്രതികാരമാർഗം അറിയാവുന്നത് കൊണ്ട് ദുഃഖനിവൃത്തി ഉണ്ടല്ലോ എന്ന് ശങ്കിക്കേണ്ട. ഓരോ ദുഃഖങ്ങളെ പരിഹരിപ്പാൻ ഉപകരിക്കുന്ന പ്രായശ്ചിത്തങ്ങളെ ശാസ്ത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ടെന്നിരിക്കലും ആവക കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നതും ഉപകരണങ്ങളെ സമ്പാദിക്കുന്നതും ദുഃഖരൂപമാകയാൽ ദുഃഖത്തിൻ്റെ സ്വരൂപം മാറുമെന്നല്ലാതെ ദുഃഖമില്ലെന്ന് വരുന്നില്ല. ദുഃഖത്തിൻ്റെ രൂപം മാറും, വേറൊരു രീതിയിലാവുമ്പോൾ ദുഃഖം അനുഭവിക്കേണ്ടി വരാം. ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം എന്ന് 3 വിധ ദുഃഖങ്ങളിൽ ഏതെങ്കിലും 1, 2, 3 കൂടിയോ ജീവനെ വിട്ടുപിരിയാതെ ഇരിക്കുന്നു. അപ്പം ജീവൻ ശരാശരി ബഹുഭൂരിപക്ഷം സമയത്തും ഈശ്വരോപാസന ചെയ്യുകയാണെങ്കിൽ ഈ പാപങ്ങൾ അറിയില്ല, പാപങ്ങളെപ്പറ്റി ബോധവാന്മാരാവില്ല. അതിനാണ് ഭാഗവതം സദാസേവ സദാസേവ്യ 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 എന്ന് പറയണം. എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക, നാരായണ നാരായണ നാരായണ, ഒരു കുഴപ്പമില്ല. ഹരേ രാമ ഹരേ രാമ, അങ്ങനെ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീരാം, എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കൂ. അപ്പോൾ അടുത്ത ശ്ലോകം 33ലേക്ക് പോവാം. യഥാഹി പുരുഷോ ഭാരം ശിരസാ ഗുരുമുദ്വഹൻ തം സ്കന്ധേന സാധത്തെ തഥാ സർവാ പ്രതിക്രിയാം. അതായത് മഹത്തായ ഭാരത്തെ ശിരസ്സുകൊണ്ട് വഹിക്കുന്ന പുരുഷൻ, അല്ലേ? കയ്യിലല്ലല്ലോ പിടിക്കുക, ചാക്ക് തലയിൽ വയ്ക്കുക ചെയ്യുക. കാരണം നട്ടെല്ലിൻ്റെ ബലത്തിലാണ് കാലക്കൂടെ ഭൂമിയിൽ സ്പർശിക്കണത്, അതിൻ്റെ ഗ്രാവിറ്റി. അപ്പോഴാണ് നമ്മൾക്ക് ആയാസത്തോട് കൂടിയിട്ട് നടക്കാൻ പറ്റും. ജാസ്തി വെയിറ്റ് ഉണ്ടെങ്കിൽ ഓടാൻ തുടങ്ങും. കാരണം എന്താ, അതാണ് അതിൻ്റെ പ്രക്രിയ, ഓടുക എന്നുള്ളത്. അപ്പോൾ മഹത്തായ ഭാരത്തെ ശിരസ്സുകൊണ്ട് വഹിക്കുന്ന പുരുഷൻ അതിനെ തോളുകൊണ്ട് ഏതു വിധം വഹിക്കുന്നുവോ എല്ലാ പ്രതിക്രിയകളും അപ്രകാരമാണ്, അല്ലേ? തലയിൽ വയ്ക്കണത് മുതൂത്ത് വെച്ചിട്ട് ചാക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വളഞ്ഞു നിന്നിട്ട് പോണ ആൾക്കാരുണ്ട്. തലയിൽ വയ്ക്കണതിന് കുറച്ചുകൂടി ആയാസം കിട്ടും മുതൂല് വയ്ക്കുമ്പോൾ. ഭാരം ഒന്നുതന്നെയാണ് ഇനി. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. വിശപ്പ്, ദാഹം മുതലായ ദുഃഖങ്ങളെ തീർക്കുവാനുള്ള ഉപായങ്ങളായിട്ട് കൃഷി ആദി വ്യാപാരങ്ങളെ കണ്ടുപിടിച്ചിരിക്കുന്നുവെങ്കിലും ആവക വ്യാപാരങ്ങളും ദുഃഖരൂപങ്ങളാകയാൽ സർവാത്മനാ ദുഃഖനിവൃത്തിയുണ്ടാകുന്നില്ലെന്ന് ദൃഷ്ടാന്തപൂർവം ഉപദേശിക്കുന്നു. മഹത്തായ ഭാരം തലയിൽ വഹിച്ചു സഞ്ചരിക്കുന്ന പുരുഷൻ ശിരോവേദന അധികരിക്കുന്ന സമയം ആ ഭാരത്തെ ചുമലിൽ വെച്ച് നടക്കുന്നു. ശിരസിന് അല്പം ആശ്വാസം തോന്നുന്നുവെങ്കിലും ഭാരം അവനെ വിട്ടുപിരിഞ്ഞിട്ടില്ല. ഒന്നല്ലെങ്കിൽ ശിരസിൽ അല്ലെങ്കിൽ മുതുകിൽ. മുമ്പ് ശിരസിലായിരുന്നത് ഇപ്പോൾ ചുമലിലായിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ദുഃഖപ്രതികാരങ്ങളും. കുറച്ച് ബുദ്ധിമുട്ടി ഒരു അറ്റൻഷനിൽ പ്രതിക്രിയ ചെയ്തു കയ്യിൽ നിന്ന് പോകേണ്ട ദക്ഷിണയും പോയിച്ചാൽ കുറച്ച് സമാനം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെയും ദുഃഖം വരികയായി. അപ്പോൾ അടുത്ത ശ്ലോകം 34. ന ഏകാന്തത പ്രതീകാര കർമ്മണാം കർമ്മ കേവലം ദ്വയം ഹ്യവിദ്യോപസൃതം സ്വപ്നേ സ്വപ്നയിവാനഘാം. കർമ്മങ്ങൾക്ക് കേവലമായ കർമ്മം ആദ്യന്തകമായിട്ട് നിവർത്തകം അല്ല. രണ്ടും പരമശുദ്ധ. സ്വപ്നത്തിൽ സ്വപ്നം എന്ന പോലെ അജ്ഞാനത്താൽ വ്യാപ്തം അല്ലയോ. സ്വപ്നം കാണുന്നതും മനസ്സ് വീക്കാവുമ്പോഴാണ് സ്വപ്നം കാണുക. മനസ്സ് സ്ട്രോങ് ആണെങ്കിൽ വേഗം സുഷുപ്തിയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അജ്ഞാനത്താൽ വ്യാപ്തം എന്നാണ് പറഞ്ഞത്. ബഹുഭൂരിപക്ഷം ഹൃദയത്തിലും അജ്ഞാനം അന്ധകാരമായി തീർന്ന പിന്നെ
ഈശ്വര ചൈതന്യത്തിന് സ്വപ്നത്തിൽ കൂടി കാണാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. സ്വല്പമായ കർമ്മം ദുഃഖനിവൃത്തിക്ക് കാരണമാകയില്ലെങ്കിലും മഹത്തായ കർമ്മം കൊണ്ട് ദുഃഖം മുഴുവനും നശിക്കയില്ലയോ എന്നും ശങ്ക വേണ്ട. കർമ്മങ്ങൾ നിമിത്തമുണ്ടാകുന്ന ദുഃഖങ്ങൾക്ക് ഭക്തിജ്ഞാനങ്ങളോട് കൂടാതെയുള്ള കേവല പ്രായശ്ചിത്ത കർമ്മം ആത്യന്തിക നിവൃത്തിയെ വരുത്തുകയില്ലെന്ന് പരിശുദ്ധാശയനായ അങ്ങ് വിശ്വസിച്ചുകൊള്ളുക. ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് എന്നാ പറയാം. ഇത് മനസ്സിലാക്കിയാൽ എല്ലാം മനസ്സിലായ കൂട്ടത്തിലാവും. ഏത് ഒന്നിനും ശാശ്വതമുള്ള പരിഹാരമില്ല. എന്നാൽ വ്യക്തി മോക്ഷേശ്വരായി തീർന്നാലോ പിന്നെ കാര്യങ്ങൾക്ക് പ്രശ്നപരിഹാരം ഉണ്ടേനി. അപ്പോൾ പറയണു, എന്തുകൊണ്ടെന്നാൽ രണ്ടുവിധ കർമ്മത്തിനും കാരണം ദേഹേന്ദ്രിയാദികളിൽ ഞാനെന്നുള്ള മോഹമാകുന്നു. അതിൽ അവിദ്യാസംബന്ധമുള്ളത് കൊണ്ട് ദുഃഖനിവൃത്തിയെ വരുത്തുവാൻ സമർത്ഥമല്ല. ഏതുപോലെ എന്നാൽ ദുഃഖരൂപമായ ഒരു സ്വപ്നം കാണുന്നവൻ ആ ദുഃഖത്തെ തീർക്കുവാനുള്ള മാർഗത്തെയും സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ രണ്ടും നിദ്രാദോഷത്താൽ, ഇതാണ് സ്വപ്നം കാണുന്നത് എങ്ങനെയാ? നിദ്രാദോഷം കൊണ്ടാണ്. ഇത് ഈ ആഖ്യാനം വായിക്കാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾ എത്ര ശ്ലോകം ചൊല്ലിയാലും ശരി. കാരണം എന്താ? സംസ്കൃതം നമുക്ക് ബേസിക്കായിട്ട് അറിയില്ല. അപ്പോൾ മലയാളത്തിലുള്ള ആഖ്യാനത്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് രക്ഷയില്ല. അപ്പോൾ നിദ്രാദോഷം കൊണ്ടുണ്ടാവുന്ന സ്വപ്നം യഥാർത്ഥമല്ല. യഥാർത്ഥമായത് ദിവാസ്വപ്നം. പകൽ സ്വപ്നം കാണും. ഞാൻ ആരായിത്തീരണം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായിത്തീരും നമ്മൾ. അവിടെയാണ് ജാഗ്രത, ഇൻഡസ്ട്രിയസ് മൈൻഡ് എന്നൊക്കെ പറയും. അപ്പോൾ നിദ്രാദോഷത്താൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ദുഃഖനിവൃത്തി ഉണ്ടാകയില്ല. സ്വപ്നകാരണമായിരിക്കുന്ന നിദ്രാനാശം തന്നെ സ്വപ്ന ദുഃഖത്തിന് നിവൃത്തി കാരണം. ഇതാണ് സ്വപ്നദോഷമാണ് സ്വപ്നം. നിദ്രാനാശം തന്നെ സ്വപ്ന ദുഃഖ നിവൃത്തി കാരണം. അവിദ്യ നിമിത്തം നേരിടുന്ന കർമ്മദുഃഖ നിവൃത്തി ഭഗവത് ആരാധനാരൂപമായ വിദ്യ കൊണ്ട് ഉണ്ടാകണം. എന്നാൽ രക്ഷപ്പെട്ടു. ഏതൊരു കാര്യവും അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ അടുത്ത ശ്ലോകം 35. അർത്ഥേ ഹി അവിദ്യ മാനേ അഭി സംസൃതിർന നിവർത്തതേ മനസാ ലിംഗരൂപേണ സ്വപ്നേ വിചരതോ യഥാം. അതായത് ലിംഗശരീരമായിരിക്കുന്ന മനസ്സോടുകൂടെ സ്വപ്നത്തിൽ സഞ്ചരിക്കുന്നവനെന്ന പോലെ പദാർത്ഥം ഇല്ലാത്തതായിരുന്നാലും സംസാരം നിവർത്തിക്കുന്നില്ല. അതായത് അവിദ്യ നിമിത്തം നേരിടുന്ന കർമ്മദുഃഖ നിവൃത്തി ഭഗവത് ആരാധനാരൂപമായ വിദ്യ കൊണ്ട് ഉണ്ടാകണം എന്നാണ്. വിദ്യ കൊണ്ട് അവിദ്യേനെ ഇല്ലാതെ കണ്ടാക്കാം എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണല്ലോ ഈ പിന്നെ എന്താ പറയുക, സംസാരം നിവർത്തിക്കുന്നില്ല. സംസാരം നിവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഹയ്യസ്റ്റ് ലെവലിലുള്ള ധർമാർത്ഥ കാമ മുമുക്ഷത്വത്തെ പ്രാപിക്കാൻ തയ്യാറാവണം. അതെങ്ങനെയാണെന്നാണ് ഈ ഭാവാർത്ഥം പറഞ്ഞത്. ആത്മാവിന് ശരീരത്തോടുള്ള സംബന്ധം പരമാർത്ഥത്തിൽ ഇല്ലെന്നിരിക്കലും അജ്ഞാനം നിമിത്തമുണ്ടായിരിക്കുന്ന അധ്യാസം നശിക്കുന്നതുവരെ ജന്മമരണരൂപമായ സംസാരം നശിക്കുകയില്ല. ഏതുപോലെ എന്നാൽ സ്വപ്നത്തിൽ ഉള്ളതുപോലെ തോന്നുന്ന വ്യാഘ്ര സർപ്പ ചോരാദികൾ, വ്യാഘ്രം, നരികൾ, ഇഴജന്തുക്കൾ, കള്ളന്മാരൻ നിമിത്തമുള്ള ദുഃഖത്തിൻ്റെ നിവൃത്തി ലിംഗശരീര രൂപമായ മനസ്സോടുകൂടി ചേർന്ന് സഞ്ചരിക്കുന്ന ജീവന് ജാഗ്രതാവസ്ഥ സിദ്ധിക്കുന്നതുവരെ ഉണ്ടാകുന്നില്ല.
ജാഗ്രതാവസ്ഥ ഉണ്ടായാലോ പിന്നെ സ്വപ്നം ഇല്ലേനി. 36 അധ ആത്മനോർ അർത്ഥഭൂതസ്യ യതോ അനർത്ഥ പരമ്പരാം സംസൃതിസ്തദ്വ്യവച്ഛേദോ ഭക്ത്യാ പരമയാ ഗുരു. എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് പുരുഷാർത്ഥ സ്വരൂപനായ ആത്മാവിൻ്റെ അനർത്ഥത്തിൻ്റെ തുടർച്ചയായ യാതൊന്നുകൊണ്ട് സംസാരം ഗുരുവിൽ പരമായ പരമായ ഭക്തി കൊണ്ടോ അതിൻ്റെ നാശം. പരമമായ ഭക്തി കൊണ്ട് നശിക്കാത്തതൊന്നുമില്ല. പാപങ്ങൾ, മൈനസ് ആക്ടിവിറ്റീസ് എന്തൊക്കെയുണ്ടോ അതൊക്കെ സത്പ്രവൃത്തികളെ കൊണ്ട് നേരിടാവുന്നതാണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. എന്നാൽ ആത്യന്തിക ദുഃഖ നിവൃത്തിക്കുള്ള മാർഗം എന്തെന്നാലോ ചിന്തിക്കുന്നവരോട് ഭക്തി കൊണ്ട് മാത്രമേ ദുഃഖ നിവൃത്തി ഉണ്ടാകുകയുള്ളൂ, ഭക്തി കൊണ്ട് മാത്രമേ ദുഃഖ നിവൃത്തി ഉണ്ടാകുകയുള്ളൂ എന്ന് ഉത്തരം പറയുന്നു. മറ്റു വിധത്തിൽ ജനന മരണരൂപ സംസാരോപരി ഭവിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ എങ്ങനെ നശിക്കുമെന്നാൽ സർവന്തര്യാമിയും സർവലോകഗുരുവുമായ ശ്രീ വാസുദേവനിൽ ഏകാന്ത ഭക്തി ഉണ്ടായാൽ സംസാരം നശിക്കും. സംസാരം നശിക്കണമെന്നുണ്ടെങ്കിൽ ഭക്തി ഉണ്ടാവണം എന്നായി. ഇനി 37 ശ്ലോകം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ സമാഹിത സദ്രീചീനേന വൈരാഗ്യം ജ്ഞാനം ച ജനയിഷ്യതി. ജ്ഞാനസ്വരൂപനായ വാസുദേവനിൽ സമർപ്പിക്കപ്പെട്ട ഭക്തിയോഗം സമീചീനമായ വിധത്തിൽ വൈരാഗ്യത്തെയും ജ്ഞാനത്തെയും ജനിപ്പിക്കും എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് കിളുക്കും ചെയ്യും. അതിൻ്റെ ഭാവാർത്ഥം എന്താണ്? വിഷയവിരക്തിപൂർവകമായ ജ്ഞാനമല്ലേ സംസാരത്തെ നശിപ്പിക്കുന്നത്? ഭക്തി കൊണ്ട്. അതാണ് ആ ഭക്തിപൂർവകമായ എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഭക്തി കൊണ്ട് സംസാരം നശിക്കുമോ എന്ന് സംശയിക്കേണ്ട. വിഷയവിരക്തിയും ജ്ഞാനവും ഭക്തി നിമിത്തം പ്രയാസം കൂടാതെ ഉണ്ടാകുന്ന, യാതൊരു ഡിഫിക്കൽറ്റിയും സംഭവിക്കാതെ ഉണ്ട്. സർവന്തര്യാമിയും ജ്ഞാനമൂർത്തിയുമായ ശ്രീ വാസുദേവനിൽ ഫലകാംക്ഷ കൂടാതെ സമർപ്പിക്കപ്പെടുന്ന ഭക്തിഭാവം അനായാസേന വൈരാഗ്യത്തെയും ജ്ഞാനത്തെയും ജനിപ്പിക്കും എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് സമാശ്വസിപ്പിക്കുന്നതിനോടൊപ്പം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.